വെൽക്കം ടു സൈബർ സ്ക്വയർ. ഇന്ന് ടെക്നോളജിയിൽ ഒരുപാട് മാറ്റങ്ങളാണ് ഡേ ടു ഡേ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത് ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് AI. സോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് AI കുറിച്ചിട്ടാണ്. ഒരുപാട് സ്റ്റുഡൻസ് അല്ലെങ്കിൽ പഠിക്കാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ AI കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർ, ഒരുപാട് ഡൗട്ട്സ് ഉള്ളവർ, അവർക്കൊക്കെ വേണ്ടിയാണ് ഇന്ന് ഈ ഒരു വീഡിയോ. സോ നമ്മുടെ കൂടെയുള്ളത് IT ഇൻഡസ്ട്രിയിൽ ഏകദേശം 15 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള സീനിയർ ഡെവലപ്പർ ആയിട്ടുള്ള ശിവപ്രസാദ് സാറാണ്. സാർ ഇപ്പോൾ സൈബർ സ്ക്വയറിൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുകയാണ്. സോ വെൽക്കം സർ. താങ്ക് യു സർ. സാർ, ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു AI. ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വേർഡാണ്. അറിയാം, എല്ലാവർക്കും അറിയാം എന്താണ് AI എന്നുള്ളത്. ഒരു ബേസിക് ആയിട്ടുള്ള നോളജ് എല്ലാവർക്കും ഉണ്ട്. എന്നാലും AI കുറിച്ചിട്ട് ഒരു സിമ്പിളായി പറയാൻ പറഞ്ഞാൽ എങ്ങനെ പറയാം? ഓക്കെ, AI എന്ന് പറയുന്നത് ഫുൾ ഫോം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. മലയാളത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ നിർമ്മിത ബുദ്ധി എന്ന് പറയും. അതായത് നമ്മൾ ബുദ്ധി നിർമ്മിക്കുകയാണ്. ഓക്കെ, അതായത് കോഡിങ് ടെക്നിക്കും അതേപോലെ തന്നെ പ്രോഗ്രാമിംഗ് ടെക്നിക്കും ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ബുദ്ധിയെ, അതായത് മനുഷ്യന്മാർക്ക് മാത്രമല്ല ഏത് ജീവജാലങ്ങളുടെയും ബുദ്ധിയെ നമ്മൾ എന്ത് ചെയ്യാണ്, ആർട്ടിഫിഷ്യലായിട്ട്, അതായത് നമ്മളതായിട്ടുള്ള പ്രോഗ്രാമിംഗ് ടെക്നിക്കൊക്കെ വെച്ചിട്ട് ബിൽഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, AI എന്ന് പറയുന്നത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്ന മറ്റൊരു കാര്യം, ഇപ്പോൾ IT ഫീൽഡിൽ മാത്രമല്ല, ഇപ്പോൾ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, മെഡിക്കൽ ഫീൽഡിലായിക്കോട്ടെ, ബാങ്കിങ്, അങ്ങനെ ഇപ്പോൾ ഏകദേശം എല്ലാ ഫീൽഡിലും AI ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത്രയും ചെറിയ ടൈമിൽ തന്നെ AI ഒരുപാട് പോപ്പുലർ ആയിട്ടുണ്ട്. സോ ഇനിയും ഈ AI ഒരു സാധ്യതകൾ എത്രത്തോളം ഉണ്ടാകും? ഓക്കെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കേസിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് ആർട്ടിഫിഷ്യൽ നാരോ ഇൻ്റലിജൻസിലാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഘട്ടത്തിൽ, അതായത് മീൻസ് ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ്, അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന രണ്ട് ഭാഗങ്ങൾ വേറെയും കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതാണ് നമ്മളുടെ പല ഇൻഡസ്ട്രിയിലും ഇപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നിയമം, അതായത് മീൻസ് ലോയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അവിടെ ഇന്നും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഇവൻ സ്റ്റാർട്ട് ചെയ്തിട്ട് പോലുമില്ല. ഇനി സൂപ്പർ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു ഹൈപ്പോത്തറ്റിക്കൽ മോഡലാണ്. അത് നമ്മൾ ഇതുവരെ തുടങ്ങിയിട്ടുമില്ല. ഓക്കെ, അപ്പം ഒരുപാട് സാധ്യതകളാണ് ഇനി വരാൻ പോകുന്നത്. AI പഠിക്കാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് പേര് ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടും തന്നെയുണ്ട്. സോ പക്ഷേ പലരും അതിന് പിന്മാറുന്നതിനുള്ള മെയിൻ ഒരു റീസൺ കോഡിങ്, പ്രോഗ്രാമിങ്, ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ പലർക്കും ഒരു ടെൻഷൻ പോലെയാണ്. അതൊക്കെ പഠിക്കാൻ ഒരുപാട് ഉണ്ടാകും എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആൾക്കാർക്കിടയിലുണ്ട്. സോ അങ്ങനെയുള്ളവരോട് എന്താണ് സാറിന് പറയാനുള്ളത്? അത്രയും പേടിയും ടെൻഷൻ്റെ ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം AI പഠിക്കുക എന്ന് പറയുന്നത് ആ പഠനത്തിൽ തന്നെ AIനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പഠനം വളരെ ഈസി ആയിട്ടും രസകരമായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൂടാതെ ഈ അസിസ്റ്റീവ് ടെക്നോളജീസൊക്കെ ഒരുപാട് അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ AI പഠനം വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. പണ്ടത്തെ പോലെ നമ്മളിപ്പം ഒരു ബ്ലാക്ക് ബുക്കിനെ റെഫർ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ നമ്മൾ ഒരുപാട് നേരം കുത്തിരിഞ്ഞ് പിന്നെ ഒരുപാട് അൽഗോരിതമൊക്കെ വളരെ കഷ്ടപ്പെട്ട് മനസ്സിലാക്കി പഠിക്കേണ്ട ഒരു സംവിധാനം ഇന്നില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ടെക്നിക്കുകളൊക്കെ നമുക്ക് മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പ്രോംപ്റ്റിംഗ് ഒക്കെ ചെയ്തുകൊണ്ട് വളരെ ഈസി ആയിട്ട് കോഡുകൾ എഴുതാൻ പറ്റും. അതുപോലെ തന്നെ ഒരു മെയിനായിട്ട് ഉണ്ടാകുന്ന സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, ഈ കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ട് അത്യാവശ്യമാണോ ഈ ഒരു കോഡിങ് പഠിക്കാൻ വേണ്ടിയിട്ട്? ഒരിക്കലും കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്നത് ഒരു ബാക്ക്ഗ്രൗണ്ട് ആവശ്യമായിട്ട് വരുന്നില്ല. കാരണം നമുക്ക് അത്യാവശ്യം പാഷനായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് തന്നെ അല്ലെങ്കിൽ നമ്മളുടെ ഒരു വളരെ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് സ്കില്ലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, പലർക്കും ഇത് രണ്ടും തമ്മിൽ എപ്പോഴും ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാവുന്നുണ്ട്. സോ ബേസിക്കലി ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഓക്കെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു ബ്രോഡ് കാറ്റഗറിയാണ്. അതിൻ്റെ ഒരു സബ് പാർട്ട് മാത്രമാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പം മെഷീൻ ലേണിങ്ങിൽ വരുന്ന സമയത്ത് അത് ഒരു സ്പെസിഫിക് ഏരിയയിൽ, അതായത് നമ്മളുടെ കമ്പ്യൂട്ടറിനെയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പോലെയുള്ള ഡിവൈസുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, അതിനെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ഈ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. ആ ഭാഗത്ത് തന്നെ ഉണ്ടത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു സബ് പാർട്ടാണ് മെഷീൻ ലേണിംഗ്. ഓക്കെ, ഇപ്പോൾ മെഷീൻ ലേണിംഗ് നമ്മൾ പറയുകയാണെങ്കിൽ മെഷീൻ ലേണിങ്ങിൽ നമുക്ക് ഒരു ചെറിയ കുട്ടി,
അതായത് മീൻസ് എന്താണ് ഒരു നമ്മളുടെ കിൻഡർ ഗാർട്ടനിൽ പഠിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിയെ നമ്മൾ എന്ത് ചെയ്യാണ്, എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ഏതെങ്കിലും ഒരു ഫിഗർ വെച്ചിട്ട് നമ്മൾ ഇന്നത് ഒരു ക്യാറ്റാണ്, അതേപോലെ തന്നെ ഇന്നത് ഒരു ലയണാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പഠിപ്പിക്കുകയാണ്. അങ്ങനെ പഠിപ്പിക്കുന്ന രീതിയിൽ മെഷീൻസിനെ പഠിപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അൽഗോരിതമോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അതുപോലെ തന്നെ സ്റ്റുഡൻസിൻ്റെ മുന്നിൽ ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് ഓപ്പർച്യൂണിറ്റീസ്. ഒരുപാട് പേര് പഠിച്ചിറങ്ങുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അവരോട് എന്താണ് സാർ പറയാനുള്ളത്? എത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ ഈ ഇൻഡസ്ട്രിയിലുണ്ട്? നമുക്ക് ഈ ഇൻഡസ്ട്രിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ മേഖലകളിലാണെങ്കിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. ഇപ്പം നമ്മളുടെ കമ്പനീസ്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ IT കമ്പനീസിനെ എടുക്കുകയാണെങ്കിൽ, പ്രോഗ്രാമിംഗ് സെക്ടർ നോക്കുകയാണെങ്കിൽ, പ്രോഗ്രാമിംഗ് സെക്ടറിൽ നമ്മളിപ്പം AI അസിസ്റ്റീവോട് കൂടിയിട്ടുള്ള എന്താണ് പ്രോഗ്രാമിംഗ്, അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഡിസൈനിങ് ഫീൽഡ് എടുക്കുകയാണെങ്കിൽ AI അസിസ്റ്റീവായിട്ടുള്ള ഡിസൈനിങ്. അപ്പോൾ ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം AI പഠിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഏതൊരു ഏരിയയിലാണെങ്കിലും, ഇപ്പം നമ്മളിപ്പം ഫിനാൻസ് ആണെങ്കിലും ശരി, അതേപോലെ തന്നെ നമ്മളുടെ പ്രോഗ്രാമിംഗ് ആണെങ്കിലും ശരി, ആ മേഖലകളിൽ അവർക്ക് AI യൂസ് ചെയ്തുകൊണ്ട് അവരുടെ സ്കില്ലും അതേപോലെ തന്നെ അവരുടെ വർക്ക് എഫിഷ്യൻസിയും കൂട്ടാൻ പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ AI എന്ന് പറയുന്ന കാര്യം പഠിക്കുന്നത് എപ്പോഴും ഏത് ഫീൽഡിലും ഒരു യൂസ്ഫുൾ ആണ്. ഓപ്പർച്യൂണിറ്റീസ് എപ്പോഴും കൂടുകയുള്ളൂ. ഇനി കോമൺ ആയിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ് AI കാരണം ജോബ് നഷ്ടപ്പെടുമോ എന്നുള്ളത്. ഇപ്പോൾ ഓൾറെഡി ഗൂഗിളിൽ ഒരുപാട് എംപ്ലോയീസിനെ അവർ ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് AI ഇംപ്ലിമെൻറ്റ് ചെയ്തതുകൊണ്ട് തന്നെ. സോ അതിനൊരു ക്ലാരിഫിക്കേഷൻ എന്താണ്? ഈ കേസിൽ നമുക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഗ്മെൻറ്റഡ് ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് ഇവിടെ നമ്മൾ നടപ്പിലാക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനീസ്, ഇപ്പോൾ ഗൂഗിളാണെങ്കിലും ശരി, അവർ ഓഗ്മെൻറ്റഡ് ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഗൂഗിൾ ഇപ്പം ടെർമിനേറ്റ് ചെയ്തിരിക്കുന്ന മേ ബി പിന്നെ ഈ AI റിലേറ്റഡ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അവർക്ക് AIയിൽ കൂടുതൽ ഓപ്പണിങ്സ് വരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൂടുതൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഗ്മെൻറ്റഡ് ഇൻ്റലിജൻസ്, അതായത് നമ്മളുടെ എംപ്ലോയീസിനെയും അതേപോലെ തന്നെ AI ടെക്നോളജീസിനെയും മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു വർക്കിംഗ് പാറ്റേൺസ് ആണ് അവർ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എഫിഷ്യൻസിനെ കൂട്ടുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പം ഒരു 100 പേര് വർക്ക് ചെയ്യേണ്ട സ്ഥലത്ത് അവിടെ ഒരു 50 പേര് വർക്ക് ചെയ്താൽ മതി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ 50 പേരുടെ എഫിഷ്യൻസി ഡബിൾ ആവുകയാണ് ചെയ്യുക. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഗൂഗിളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് AI ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ കയ്യിലുണ്ടെങ്കിൽ വേറെ കമ്പനീസിൽ ഈസി ആയിട്ട് അവർക്ക് കയറാൻ പറ്റും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓഗ്മെൻറ്റഡ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് പേഴ്സണെ ബേസ് ചെയ്തെടുക്കുന്ന സമയത്ത് സ്കിൽ സെറ്റും അതിൻ്റെ കൂടെ അവർ അത് ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്ത്, അതിപ്പോൾ ആപ്ലിക്കേഷനൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ വളരെ ഫാസ്റ്റായിട്ട് അവർക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കൂടെ മിക്സിങ്ങും കൂടിയും വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വർക്ക് പെർഫോമൻസ് കൂട്ടുകയാണ്. ഓക്കെ, ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് പഠിക്കാത്ത ആൾക്കാർക്കാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് പിന്നെയും കുറയുന്നത്. അല്ലെങ്കിൽ അവർ കമ്പനിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ChatGPT ഉപയോഗിക്കാൻ അറിയാത്ത ഒരു ഡെവലപ്പർ ആണെങ്കിൽ അവരുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ChatGPT ഉപയോഗിക്കുന്ന ഡെവലപ്പറെക്കാട്ടും കുറവായിരിക്കും. ഓക്കെ, അപ്പം നമ്മളുടെ ക്ലയൻറ്റ് എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ വളരെ ഫാസ്റ്റായിട്ട് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഈ തരത്തിലുള്ള ടെക്നോളജി യൂസ് ചെയ്താലേ മതിയാവും. ഓക്കെ, ഇപ്പോൾ ഇത് പഠിക്കാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്കാണെങ്കിലും ബേസിക്കായിട്ട് അതിനെക്കുറിച്ച് അറിയുന്നവർക്ക് അവരുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഇൻ്റർവ്യൂവിലൂടെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എനിവേ താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. സാറിന് ഇനി പഠിക്കാൻ പോകുന്നവരോട് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരോട് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ? തീർച്ചയായിട്ടും, അതായത് നമ്മുടെ പുതിയ മാറുന്ന ലോകത്ത് മാറുന്ന ടെക്നോളജീസ് ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഇപ്പം നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ളത് AI ആണ്. അപ്പോൾ AI ഉപയോഗിച്ചുകൊണ്ടുള്ള ഡെവലപ്മെൻറ്റും അതേപോലെ തന്നെ AI ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ജോബിൻ്റെ സെർച്ചിങ്ങിലും അതേപോലെ തന്നെ നിങ്ങളുടെ സ്കിൽ ഡെവലപ്മെൻറ്റിലൊക്കെ AI ഉപയോഗിച്ചുകൊണ്ടുള്ള AIയുടെ സാന്നിധ്യം കൂടി വെച്ചുകൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ കുറച്ചും കൂടി ജോബ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂട്ടാൻ പറ്റും. അതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു.